ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനുണ്ട്. വളരെയധികം സപ്പോർട്ടഡ് സ്റ്റാൻഡിംഗ് പൊസിഷനാണ്. നിങ്ങളിൽ പലരും സർജറിക്ക് ശേഷം, പ്രത്യേകിച്ച് ലിഗമെൻറ്റ് സർജറിക്ക് ശേഷമോ അതല്ലെങ്കിൽ ഇഞ്ചുറിക്ക് ശേഷമോ ഒക്കെ ഈ ഒരു പൊസിഷനിൽ നിൽക്കാറുണ്ടാവും. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രഷർ എക്സേർട്ടഡ് ഇൻ ദ നീ വൈൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഇൻ ദ നീ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ നീയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇതേ പൊസിഷനിൽ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഏത് ലെഗ്, റൈറ്റ് ലെഗിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ വന്നാലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ലെഗിൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ വന്നാലും കുറേ അധികം നേരം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ വെയിറ്റ്, കംപ്ലീറ്റ് ബോഡി വെയിറ്റ് ഒക്കെ പുറകോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടേബിളിലായിരിക്കാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എങ്കിലും നീ ഹൈപ്പർ എക്സ്റ്റൻഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കൊണ്ട് മുട്ടിൽ വേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പൊസിഷനിൽ നിന്നതിന് ശേഷം നിങ്ങൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിലൊരു ടൈറ്റ്നസും വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതാണ്. എനിക്ക് മുട്ടുവേദന വന്നു എന്ന് നിങ്ങൾ പറയും, പക്ഷേ എന്ത് കാരണം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് ശീലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായ രീതിയിൽ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിൽക്കാൻ പാടില്ല എന്നല്ല, ഇതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക, പ്രോപ്പറായിട്ട് ഇൻ്റർവെൽസിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴി. തുടർന്നും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ ദിവസവും വരുന്ന അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യാം.